ഹായ്, നമ്മളിന്നിവിടെ ഒരു ബീഫ് ഉലർത്തിയതാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ബീഫ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഒരു ശകലം മീറ്റ് മസാല ഇത്രയും പുരട്ടി വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ വയ്ക്കണം. പിന്നെ 2 മീഡിയം സവാള, ഒരു തക്കാളി, കുറച്ച് തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും നമ്മൾ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കർ എടുക്കുന്നു. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ തേങ്ങാക്കൊത്ത് മാത്രം ഇടണം. അത് നന്നായിട്ട് ചുമന്ന് വരണം. നന്നായിട്ട് ചുമന്ന് വരുന്നിട്ടേ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഇടാൻ പാടുള്ളൂ. ബീഫ് കഴുകി എടുക്കുന്നതിനുള്ള ഒരു ടിപ്പ് കൂടി പറയാം. ബീഫ് കഴുകുമ്പോൾ എപ്പോഴും നമുക്കതിൻ്റെ ബ്ലഡിൻ്റെ മയം പോയില്ലെന്നങ്ങ് തോന്നും. അപ്പോൾ അതിനൊരു ടിപ്പുണ്ട്. ഒരു 3-4 കഴുകി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴുകുമ്പോൾ നമ്മളതിലേക്ക് 1 സ്പൂണ് അരിപ്പൊടി ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ബീഫിനകത്തേക്കിട്ട് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ലാസ്റ്റ് അങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ ബീഫ് നല്ലതായിട്ട് വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയതായിട്ട് ഫീൽ ചെയ്യും. ഇത് മൂത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിടുന്നത് സവാളയും പച്ചമുളകും കൂടി ഇടുകയാണ്. സവാള, പച്ചമുളക്. ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ച്, ക്യാമറാമാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കയ്യിൽ മൊബൈൽ പിടിച്ച് ഒരു കൈ കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ട്. സാരമില്ല. ഇങ്ങനെ നമ്മൾ സവാളയും പച്ചമുളകും ഇട്ടു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ഇടാം. എന്നിട്ട് ഇതൊന്ന് സവാള എളുപ്പം മൂത്ത് വരാനുള്ളൊരു ടിപ്പാണല്ലോ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഈ ബീഫിനകത്ത് കുറച്ച് ഉപ്പിട്ടാണ് ഇളക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ വേണം പിന്നീട് ചേർക്കുമ്പോൾ ഉപ്പൊക്കെ ചേർക്കാൻ. സവാള നന്നായിട്ടൊന്ന് വഴന്ന് നല്ലതായിട്ട് കളർ മാറിയൊക്കെ വരണം. ഇല്ലെങ്കിൽ ടേസ്റ്റ് വരത്തില്ല. നമ്മളിച്ചിരി താമസമാണെന്ന് വിചാരിച്ച് സവാള ഈ സമയത്തൊന്നും ഇത് വഴറ്റുന്നത് നിർത്താൻ പാടില്ല. സവാള നന്നായിട്ട് ഒന്ന് മൂക്കണം. നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്ത് കിടക്കുകയാണ്. സവാളയും അതുപോലെ ഒന്ന് മൂക്കണം. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അത് നമുക്ക് ക്ഷമയോടെ തന്നെ ചെയ്യണം. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട. കാര്യം ചിലപ്പോൾ ബീഫിന് ഒരുപാട് നെയ്യൊക്കെ ഉള്ളതായിരിക്കും, അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട. ഇതൊന്ന് മൂക്കാനുള്ള അടിക്ക് പിടിച്ച് കരിയാതിരിക്കാനും മാത്രമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഏകദേശമായി വരുന്നുണ്ട്. ഈ തക്കാളി ഒരുപാടങ്ങ് അലിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. കാര്യം കുക്കറിൽ നമ്മൾ വിസിലടിക്കുമല്ലോ, ആ സമയത്ത് അത് അലിഞ്ഞോളും. അത് പ്രശ്നമില്ല. തക്കാളി ഇട്ടത് അയ്യോ അങ്ങനെ തന്നെ കിടക്കുന്നല്ലോ എന്ന് വിചാരിക്കണ്ട. ഇപ്പോൾ സവാളയൊക്കെ ഒരുവിധം ഏകദേശം ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഇത് ഇച്ചിരിയും കൂടെ ആയാലും കുഴപ്പമില്ല, ഇത്രയായാലും സാരമില്ല. ഇത്രയെങ്കിലും ആവണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇടാനുള്ള സമയമാണ്. ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ്, പിന്നെ കുറച്ച് മീറ്റ് മസാല. അത് നമ്മുടെ ഇഷ്ടമാണ്. മീറ്റ് മസാല ഏത് വേണമെങ്കിലും ചേർക്കാം. അത് ഇന്നതൊന്നുമില്ല. മീറ്റ് മസാലയും കൂടെ ചേർത്ത് നമ്മൾ ഹനി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇങ്ങനെ ഇളക്കി നല്ലൊരു ഇളക്കണം. കാര്യം അടിയിൽ കിടക്കുന്ന സവാളയും തേങ്ങാക്കൊത്തും
എല്ലാം ഇതിൽ പിടിക്കണം. അതുപോലെ നമ്മളൊന്ന് ഇളക്കിയിട്ട് ഉടനെ അടച്ചു വെക്കരുത്, ഉടനെ അങ്ങ് അടയ്ക്കരുത്. അതൊന്ന് വഴണ്ട് വരണം. അപ്പോഴാണ് ആ ബീഫിനൊരു ടേസ്റ്റ് വരുന്നത്. അത് ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി അതൊന്ന് വഴളണം. നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ കുറച്ച് സമയമാകുമ്പോൾ ഇതിനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി അങ്ങ് സോഫ്റ്റ് ആവുന്നത് പോലെ നമുക്കറിയാൻ പറ്റും. ഇത്തിരി സമയം ചിലരൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് അടച്ചു വെച്ച് വിസിലടിപ്പിക്കും. അത് ആ ബീഫ് അത്ര ടേസ്റ്റി ആയിരിക്കത്തില്ല. നമ്മൾ ഈ എണ്ണയിൽ ഒന്ന് വഴട്ടിയെടുക്കുന്നത് നന്നായിരിക്കും. ഈ ബീഫ് ഇങ്ങനെ കുറച്ച് സമയം ഇട്ട് വഴട്ടുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ വിസിലടിപ്പിക്കണം. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു ഈസി മെത്തേഡുമാണ്. ഇപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ വഴട്ടുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം വെള്ളം ഇറങ്ങുന്നുണ്ട്. ആ വെള്ളത്തിൽ ഇത്തിരി സമയം കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കിടന്നോട്ടെ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഫുൾ ഫ്ലെയിം തന്നെ ഇട്ട് ഇങ്ങനെ അങ്ങ് അടച്ചു വെച്ചിട്ട് അവരവരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ചുള്ള വിസിൽ കൊടുക്കണം. ഇറച്ചിക്കും വേവുള്ളതാണോ അല്ലാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. എൻ്റെ കുക്കറിലൊരു 4 വിസിലടിക്കുമ്പോൾ വേകാറുണ്ട് സാധാരണ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ അത് തുറന്നിട്ട് വെന്തില്ലെങ്കിൽ വീണ്ടും 1-2 വിസിലും കൂടെ അങ്ങ് അടുപ്പിച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ ദേ കണ്ടോ, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം മതി ഈ ബീഫ് വേകാനായിട്ട്. എല്ലാ ഇറച്ചിയിലും ചിക്കനിലാണെങ്കിലും ബീഫിലാണെങ്കിലും അത് വേകാനുള്ള വെള്ളമുണ്ട്. നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇതേ ഇപ്പം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച്, ഇതേ വെള്ളമുണ്ട്, ഈ വെള്ളത്തിൽ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒന്ന് വിസിൽ വരട്ടെ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് മസാലകൾ ഫ്രൈ ചെയ്തെടുക്കാം. മസാല ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇത്തിരി മസാലയൊക്കെ അല്ലേ അതിന് ചേർത്ത് ഇളക്കി വെച്ചുള്ളായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മസാലകൾ ചേർക്കണം. അപ്പോൾ കുക്കറിൽ ബീഫ് വെന്തിട്ടുണ്ട്. നമ്മൾ വേണ്ട 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ്, പിന്നെ 2 സ്പൂണ് മുളക് പൊടി. അതായത് മുളക് പൊടി എന്ന് പറയുന്നത് ഈ എരിവുള്ള പൊടിയും എരിവില്ലാത്ത പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നു. ഇങ്ങനെ ഓയിൽ ഇല്ലാതെ ഇങ്ങനെ അങ്ങ് വറുത്താൽ മതി. അതിനോടൊപ്പം ഒരു 2 സ്പൂണ് പിന്നെ ഈ മസാല, അതായത് മീറ്റ് മസാല, അതും കൂടി ഒരു 2 സ്പൂൺ ഇടുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങ് വറക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് വറക്കണം. നമ്മൾ ഇതിങ്ങനെ വറുത്തെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഞാൻ ഈ സവാളയും തക്കാളിയൊക്കെ സ്ക്വയർ പീസസാണ്, അതായത് നീളത്തിൽ നമ്മൾ സവാള അരിയുമല്ലോ, അങ്ങനെയല്ല ഈ ചിക്കൻ കറിക്കും ബീഫിനുമൊക്കെ ഞാൻ അരിയുന്നത്. എനിക്കിങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് അതിങ്ങനെ ഇതളായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അതായത് ഞാനിങ്ങനെ പറയും, അത് റോസപ്പൂവിൻ്റെ ഇതൾ പോലെ കിടക്കണമെന്ന്. അതാണ് എനിക്കിഷ്ടം. ഞാൻ അതുകൊണ്ടാണ് അത് അങ്ങനെ അരിഞ്ഞിരിക്കുന്നത്. അത് അന്നേരം പറയാൻ വിട്ടുപോയി. ഇങ്ങനെ പീസായിട്ട് സ്ക്വയർ പീസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ വറുത്ത് മൂക്കണം. അതിനൊരു മണമൊക്കെ വരും, എരിവിൻ്റെ മണം വരും മൂക്കുമ്പോൾ. അടുത്ത പാൻ വെക്കുന്നു. പാൻ വെച്ചു.
അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ഇതിന് ഇത്തിരി വെളിച്ചെണ്ണ മുമ്പോട്ട് നിന്നാൽ നല്ലതാണ് ഇത് വറുത്ത് പോലെ. പിന്നെ ബീഫിന് കൊഴുപ്പ് കൂടുതലാണോ എന്ന് നമുക്കറിയില്ല. ഇന്നത്തേത് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ നോക്കിയില്ല, അപ്പോൾ അറിയാം. അതിനനുസരിച്ചൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. എണ്ണ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കടുകിടാം. കടുകിട്ടു. കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത്, കുറച്ച് വറ്റൽമുളക്, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇത്രയുണ്ട്. സൈഡിലേക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. കടുക് അവിടെ ഒരു സൈഡിൽ പൊട്ടും, ഒരു സൈഡിൽ ചുമന്നുള്ളിയും മൂക്കും. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കടുക് ഒരു സൈഡിലേക്ക് ഇടുവാണെങ്കിൽ ഉള്ളി ഒരു വേറെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. എളുപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പം ചെയ്യാവുന്ന പണികളാണ് ഇതൊക്കെ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. നമുക്ക് ബീഫ് കൂടി ഇതിലേക്ക് ഇട്ടാവുന്നതാണ്. തീ സിമ്മിച്ചിരി കുറച്ച് വെച്ചാൽ നല്ലതാണ്. കാര്യം ഇതിനകത്തുനിന്ന് വെള്ളം ഇതൊക്കെ തെറിക്കും. നമുക്കിനി കുറച്ച് വെച്ചിട്ട് ബീഫ് ഇതിലേക്ക് കോരി ഇടണം. ബീഫിനകത്ത് വെള്ളമുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചില്ലായിരുന്നു, നിങ്ങൾ കണ്ടതാണല്ലോ. നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് ഇതടിച്ചത്, വിസിലടിപ്പിച്ചത്. പക്ഷേ കണ്ടോ, ഇതിനകത്ത് കിടക്കുന്ന വെള്ളം കണ്ടോ, ഇത്രയും വെള്ളം. അത് ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്, അല്ലാതെ നമ്മൾ ഒട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ബീഫ് കോരി അതിനകത്തേക്ക് ഇടുന്നു. ഇട്ടിട്ട് നല്ല ഫ്ലെയിം വെച്ച് കൊടുത്ത് ഇളക്കണം. നല്ല ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം, എങ്കിലേ മൂത്ത് കിട്ടത്തുള്ളൂ, നന്നായിട്ട് വറുത്ത് കിട്ടത്തുള്ളൂ, ഒലത്തിയതുപോലെ ആവത്തുള്ളൂ. ഇത്തിരി വെള്ളം, കുറച്ചേ ഉള്ളൂ വെള്ളം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഒലത്തിയെടുക്കുമ്പോൾ ഇത്തിരി കുഴഞ്ഞ് അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. അതല്ല, ഗ്രേവി വേറെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒത്തിരി ഇളക്കണ്ട, നന്നായിട്ട് അങ്ങോട്ട് മൂക്കട്ടെ. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടയ്ക്കുമ്പോൾ എളുപ്പമാകും, എളുപ്പം മൂക്കും. ഒന്ന് എണ്ണയിലൊന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ പരുവത്തിലൊക്കെയാണ് പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ ഈ പരുവാണ് നല്ലത്. ഇതിൽ മൂക്കണമെന്നുള്ളവർക്ക് ഇതങ്ങ് മൂപ്പിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ മസാല പൗഡർ ഇങ്ങനെ നമ്മൾ തൂവി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്തേക്ക്. ഈ മസാല നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ബീഫിനകത്തേക്ക് ഇങ്ങനെ വെതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനൊന്നും നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നേ ഇല്ല. ഇങ്ങനെ തൂവി കൊടുക്കുന്നു. തൂകുമ്പോൾ മൂത്ത മസാല ആയതുകൊണ്ട് അതിന് ചുവയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ മസാല നോക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ എടുത്ത മസാല ഇങ്ങനെ ഇടുമ്പോൾ നമുക്കറിയാം ഇത് ഒത്തിരിയാണോ കൂടുതലാണോ എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കുറച്ചങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇത് കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, കറക്റ്റാണ്. നമ്മളിടുകയാണ് അതൊക്കെ. കോഴി ഇങ്ങനെ ഇതിലേക്ക് തൂക്കി കൊടുക്കുന്നു. ഈ ഗ്രേവി വേണം എന്നുള്ളവർക്ക് ആ കുക്കറിലിരിക്കുന്ന വെള്ളം, അത് ഇതിൻ്റെ തന്നെയാണ് ഗ്രേവി, അത് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്താലും ഇത്തിരി ഗ്രേവിയോട് കൂടിയുള്ള കറി കിട്ടും. അതിഷ്ടമാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ കപ്പയൊക്കെ കഴിക്കാനൊക്കെ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആ വെള്ളം ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. അതല്ല, നമുക്കിങ്ങനെ ഒലത്തിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ഒലത്തിയെടുക്കണം. ഇങ്ങനെ എടുക്കുന്നതാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഒരു ഇച്ചിരി നേരം കൂടെ ഇതിനകത്ത് കിടക്കട്ടെ. വെളിച്ചെണ്ണയൊക്കെ അത്രയൊക്കെ മതി. ഇനി വെളിച്ചെണ്ണയൊന്നും ആവശ്യം പോലെയായി, ഇനി ഒട്ടും ചേർക്കണ്ട. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത്തിരി കുരുമുളക് പൊടി ചേർക്കണം. നമ്മൾ കുരുമുളക് പൊടി ഒട്ടും ഇതുവരെ ചേർത്തില്ല. ഇത്തിരി കുരുമുളക് പൊടി കൂടുതലാണ്. നല്ല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ഇടും. വിതറിയിട്ട് കുരുമുളക് പൊടി വിതറിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുമ്പോൾ നമുക്കിങ്ങനെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കരിഞ്ഞൊന്നും പോവില്ല, അടിക്ക് പിടിക്കത്തില്ല. ഇതിപ്പം വറുത്തിട്ടില്ല. വറക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഇത്തിരി നേരം കൂടി ഇട്ടിരുന്നാൽ മതി. ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒക്കെ തൂക്കി കൊടുത്താൽ നന്നായിട്ട്
വറുത്തതുപോലെയാകും. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ പണി. ഈ പരുവത്തിലെടുക്കുകയാണ്. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ മല്ലിയില, പുതിനയില, കറിവേപ്പില ഇതെല്ലാം തൂവേണ്ടതാണ്. മല്ലിയില, പുതിനയില, കറിവേപ്പില ഇത് 3 തൂവിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബീഫ് ഉലത്തിയത്. ഇനി ഇതിനേക്കാൾ മൂക്കണമെങ്കിൽ ഇതിനേക്കാൾ കുറച്ച് സമയം കൂടി ഇട്ട് ഇളക്കിയാൽ മാത്രം മതി. ഇനി ഗ്രേവിയൂടെ വേണമെങ്കിൽ ആ വെള്ളം, കുക്കറിലിരിക്കുന്ന വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് 2-3 തിളയൊക്കെ തിളച്ചിട്ട് പിന്നെ ഇതൊക്കെ തൂകി എടുത്താൽ മാത്രം മതി. ഇത്രയുമേ ഉള്ളൂ നമ്മുടെ ബീഫ് ഉലത്തിയത്. ഇതാണ് നമ്മുടെ ബീഫ് ഉലത്തിയത്. എങ്ങനെയുണ്ട്? എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത